ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മൈക്രോബയോളജിയിലെ പാരസൈറ്റോളജി, അതിൽ വരുന്ന സെസ്റ്റോഡായ എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് എന്ന സ്പീഷീസിനെ കുറിച്ചാണ്. അതിന്റെ ലാർവൽ സ്റ്റേജ് ആയ ഹൈഡാറ്റിഡ് സിസ്റ്റിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. നമുക്ക് സ്ട്രേറ്റ് അവേ വി ക്യാൻ ഗോ ടു ദ ടോപ്പിക്. ഞാൻ ഒരു ജനറൽ ഐഡിയ തരാം. എന്താണ് പാരസൈറ്റ്സ്? പാരസൈറ്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രോട്ടോസോവ, ഹെൽമിന്ത്. ഹെൽമിന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നെമാറ്റ് ഹെൽമിന്തസും അതുപോലെ പ്ലാറ്റി ഹെൽമിന്തസും. നെമാറ്റ് ഹെൽമിന്തസ് വരുന്നതാണ് നെമറ്റോഡ്സ്, പ്ലാറ്റി ഹെൽമിന്തസ് വരുന്നതാണ് സെസ്റ്റോഡ്സും ട്രമറ്റോഡ്സും. അതിൽ നമ്മുടെ സെസ്റ്റോഡി വരുന്നതാണ് സൈക്ലോഫിലിഡെ ഫാമിലിയും സ്യൂഡോഫിലിഡയും. ഈ സൈക്ലോഫിലിഡയിൽ വരുന്നതാണ് ടിനിഡെ. ടിനിഡെ എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ് നമ്മുടെ ടീനിയ ആൻഡ് എക്കൈനോകോക്കസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് എന്ന സ്പീഷീസിനെ കുറിച്ചാണ്. ഇതിന് നമ്മൾ ഡോഗ് ടൈപ്പ് വർം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരുന്നു നമ്മൾ ഡോഗ് ടൈപ്പ് വർം എന്ന് പറയുന്നത്? കാരണം ഡോഗ് ആണ് ഇതിന്റെ ഡെഫിനിറ്റീവായ ഹോസ്റ്റ്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് ഷീപ്പ്, കാറ്റ്, ഹ്യൂമൻസ്. ശരിക്കും ഹ്യൂമൻ ഒരു ആക്സിഡന്റൽ ഹോസ്റ്റ് ആണെന്നും പറയുന്നുണ്ട്. ഇനി കമ്മിങ് ടു സൂനോട്ടിക് ഡിസീസ്, ഹൈഡാറ്റിഡോസിസ് എന്ന അസുഖമാണ് ഹ്യൂമൻസിൽ അവർ വരുത്തുന്നത്. ഇതിന്റെ ലാർവൽ ഫോം ആണ് ഹൈഡാറ്റിഡ് സിസ്റ്റ്. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കമ്മിങ് ടു എപ്പിഡമിയോളജി. എപ്പിഡമിയോളജി എൻഡമിക് റീജിയൻസ് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ്, അവർ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് റീജിയൻസ് ആണ്. ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഷെപ്പേർഡ്സ്, ഷീപ്പുമായിട്ട് ഡയറക്ട് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ബുച്ചേഴ്സ് ആൻഡ് വെറ്ററിനേറിയൻസ്. അതുപോലെ തന്നെ കമ്മിങ് ടു ദ മോർഫോളജി. മോർഫോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡൽട്ട് വേം എന്ന് പറയുന്നത് 3 to 6 millimeter സൈസ്, 3 പ്രോഗ്ലോട്ടിഡ്സ്. പ്രോഗ്ലോട്ടിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി സെഗ്മെന്റ്സ് ആണ്. അപ്പം ഏറ്റവും മുകളിൽ ഇമ്മച്വർ പ്രോഗ്ലോട്ടിഡ് ഉണ്ട്, മെച്വർ പ്രോഗ്ലോട്ടിഡ് ഉണ്ട്, ഗ്രാവിഡ് പ്രോഗ്ലോട്ടിഡ് ഉണ്ട്. അതിൽ ഗ്രാവിഡ് പ്രോഗ്ലോട്ടിഡിനാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത്. കമ്മിങ് സ്കോളക്സ്. സ്കോളക്സ് എന്ന നെക്ക് റീജിയന്റെ ഭാഗമാണ്, തലയും നെക്കുമായിട്ട് വരുന്ന ഭാഗമാണ് സ്കോളക്സ്. അതിൽ 4 സക്കേഴ്സും റോസ്റ്റെല്ലാം വിത്ത് 2 layers ഓഫ് ഹുക്സ് ഉണ്ട്. ഞാൻ ആ പടം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ എക്സ് എന്ന് പറഞ്ഞാൽ ടീനിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതുണ്ടോ ഹുക്ലെറ്റ്സ്. ഇത് സ്കോളക്സ് വിത്ത് 4 സക്കേഴ്സ്, റോസ്റ്റെല്ലാം വിത്ത് 2 ലെയർ ഓഫ് ഹുക്ലെറ്റ്സ്. ഇതാണ് ഇമ്മച്വർ പ്രോഗ്ലോട്ടിഡ്, മെച്വർ പ്രോഗ്ലോട്ടിഡ് ആൻഡ് ഗ്രാവിഡ് പ്രോഗ്ലോട്ടിഡ്. ആൻഡ് അതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത്. കമ്മിങ് ടു ദി ലൈഫ് സൈക്കിൾ. നമ്മുടെ ഇത് കണ്ടോണേ, നിങ്ങൾ ഈ ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചു നോക്കണം. ഷീപ്പിന്റെ ടിഷ്യൂസിൽ ലാർവ ഉണ്ടാവും. ഏത്? ഈ ഹൈഡാറ്റിഡ് സിസ്റ്റ്. ഈ ലാർവയെ നമ്മുടെ ഡോഗ് കഴിക്കുന്നു. ഡോഗ് കഴിച്ചു കഴിയാൻ നേരത്ത് ഈ ഹൈഡാറ്റിഡ് സിസ്റ്റ് ലാർവെ ഡോഗിന്റെ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു. അവിടെ എത്തിയ ഈ ലാർവെ അഡൽട്ടായി അത് ഫെർട്ടിലൈസേഷൻ നടന്ന് എഗ്സ് ഇടുന്നു. ആ എഗ്സ് ഡോഗിന്റെ ഫീസസിൽ വരുന്നു. അങ്ങനെ ആ ഫീസസ് ഷീപ്പ് കഴിക്കാൻ ഇടവരുന്നു. അങ്ങനെ ആ എഗ് ഹാച്ച് ചെയ്യുന്നു. എവിടെ വെച്ചിട്ട്? ഷീപ്പിന് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്. എന്നിട്ട് അത് അതിന്റെ ഓങ്കോസ്പിയറിനെ റിലീസ് ചെയ്യുന്നു. അതിലുള്ള ഹുക്ലെറ്റ്സ് ഉണ്ട്. ആ ഹുക്ലെറ്റ്സ് പിയേഴ്സ് ചെയ്യും, കാരണം നീഡിലേക്കാണ് ഹുക്ലെറ്റ്സ്. അത് നമ്മുടെ ഗട്ട് വാളിനെ പിയേഴ്സ് ചെയ്തിട്ട് ഹൈഡാറ്റിഡ് സിസ്റ്റ് അവിടെ ഫോം ചെയ്യും, ഈ ടിഷ്യൂസിൽ ഫോം ചെയ്യും. ഈ ഹൈഡാറ്റിഡ് സിസ്റ്റിനെ വീണ്ടും ആര് കഴിക്കുന്നു? നമ്മുടെ ഷീപ്പിനെ ആര് കഴിക്കുന്നു? ഡോഗ് കഴിക്കുന്നു. അങ്ങനെ സർക്കിൾ വരുന്നു. വീണ്ടും എഗ് നമ്മുടെ ഫീസസിൽ വരുന്നു. ആ ഫീസസുമായിട്ട് ആര് കോണ്ടാക്ട് വരുന്നു? ഹ്യൂമൻസ്. കാരണം വെച്ചാല് നമ്മൾ ഡോഗ് ലവേഴ്സ് ഒക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഈ പോയിട്ട് അതിനുമായിട്ട് ചേരാൻ നമ്മളായിട്ട് ഇതിന്റെ കൂടെ നമ്മൾ ഇടപഴകാൻ നേരത്തെ അതിന്റെ എക്സ് നമ്മൾ കൈ എഴുതാതെ അതിന്റെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് എക്സ് നമ്മുടെ ഹ്യൂമൻസിലേക്ക് എത്തുന്നു. ഹ്യൂമൻസിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ ആക്സിഡന്റൽ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആ എഗ് നമ്മുടെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഹാച്ച് ചെയ്ത് ആ ഹൈഡാറ്റിഡ് സിസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇതോടെ നിൽക്കുന്നു. കാരണം ഹ്യൂമൻസിനെ പിന്നെ ഡോഗ് കഴിക്കാനൊന്നും പോണില്ലല്ലോ. അപ്പൊ അതോടെ നിൽക്കുന്നു. ഇതാണ് അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഏകദേശം ഐഡിയ കിട്ടിയോ? കമ്മിങ് ടു ദി പത്തോജെനിസിസ്. സിസ്റ്റിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ഗ്രോത്ത് ആണ്. ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന ലീഷൻ ആണ്. കോമൺ സൈറ്റ് ഹ്യൂമൻസിൽ എവിടെയൊക്കെയാണ് ഹൈഡാറ്റിഡോസിസ് വരുന്നത്? ലിവറിലായിരിക്കും മോസ്റ്റ്. 60 to 70% ഹൈഡാറ്റിഡ് സിസ്റ്റ് വരുന്നത് എവിടെയാണ്? ലിവറിലാണ്. 20 to 30% വരുന്നത് ലങ്സിലാണ്. പിന്നെ സ്പ്ലീനിൽ വരാറുണ്ട്, ബോണിൽ വളരെ റെയർ ആയിട്ട് വരാറുണ്ട്. നമുക്ക് അൾട്രാസൗണ്ട് ഓഫ് CT നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ? ലിവറിൽ വരുന്നത് ഇതിന്റെ അൾട്രാസൗണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു വലിയൊരു ലീഷൻ, അതാണ് ഒരു വലിയൊരു സിസ്റ്റ് പോലെ. അതാണ് ഹൈഡാറ്റിഡ് സിസ്റ്റ്. ഇങ്ങനെ അൾട്രാസൗണ്ടിൽ ഇങ്ങനെ കാണാം. നമ്മളിതിനെ
അൾട്രാസൗണ്ട് ഓഫ് സി ടിയിൽ കാണുന്നതിന് നമ്മൾ പറയുന്നതാണ് വാട്ടർ ലില്ലി സൈൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ലില്ലി സൈൻ. അതിന് കാരണം നമ്മൾ പഠിക്കും നമ്മുടെ ഹൈഡാറ്റിക് സിസ്റ്റത്തിന് 3 ലെയേഴ്സ് ഉണ്ട്. ലെമല്ലാർ ലെയർ, ജെർമിനൽ ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ജെർമിനൽ ലെയർ ഫ്ലോട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് ഒരു വാട്ടർ ലില്ലി അപ്പിയറൻസ് നമുക്ക് കിട്ടുന്നത്. വാട്ടർ ലില്ലി സൈൻ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ കണ്ടോ ലങ്സിൽ അതിന്റെ ക്രോസ് സെക്ഷൻ സി ടിയിൽ കാണാൻ പറ്റും. കണ്ടോ എൻക്യാപ്സുലേറ്റഡ് ഹൈഡാറ്റിക് സിസ്റ്റത്തിന്റെ ലെഫ്റ്റ് അപ്പർ ലോബ് കണ്ടോ, ഒരു ഭയങ്കര ഒരു വലിയൊരു ഇലീഷൻ. പിന്നെ തൊട്ടിപ്പുറത്ത് നമ്മുടെ എക്സ്റേ ഫൈൻഡിങ് കാണാൻ പറ്റും സ്ഫിറിക്കൽ ലങ് സിസ്റ്റ്. ഇനി കമ്മിങ് ടു ദ സ്ട്രക്ചർ ഓഫ് എ ഹൈഡാറ്റിക് സിസ്റ്റ്. ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആണ്. അത് ഹോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ലെയർ ലാമെല്ലാർ ലെയർ, അത് പാരസൈറ്റിന്റെ ആണ്. ഈ കണക്റ്റീവ് ടിഷ്യൂലാണ് ഫൈബ്രോബ്ലാസ്റ്റും അതുപോലെ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ ഉള്ളത്. പിന്നെ ലെമല്ലാർ ലെയറിൽ നമ്മുടെ പാരസൈറ്റ് ഉണ്ടാക്കുന്ന ലെയർ. അതിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് ജെർമിനൽ ലെയർ, അതും പാരസൈറ്റിന്റെയാണ്. അതാണ് മോസ്റ്റ് പൊട്ടൻ ലെയർ. അവരാണ് പ്രോട്ടോസ്കോളിസിനെ ഉണ്ടാക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ സിസ്റ്റുകളൊക്കെ, ഡോട്ടർ സിസ്റ്റ്, ബ്രൂഡ് ക്യാപ്സ്യൂളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഈ പ്രോട്ടോസ്കോളിസസ് ഉള്ളത്. നിങ്ങൾ കണ്ടോ ഏറ്റവും അടിയിലായിട്ട് ഹൈഡാറ്റിക് സാൻഡ് ഉണ്ട്. അതായത് ഈ ബ്രൂഡ് പൊട്ടിയിട്ട്, അത് ഈ പ്രോട്ടോസ്കോളിസ് ഒക്കെ പൊട്ടിയിട്ട് താഴെ കിടക്കുന്നതാണ് ഈ ഹൈഡാറ്റിക് സാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റിന്റെ ലെയേഴ്സ് എന്ന് പറയുന്നത് ഔട്ടർ കാണുന്ന പെരിസിസ്റ്റ്, ബ്ലഡ് വെസൽസും ഫൈബ്രോബ്ലാസ്റ്റും അടങ്ങിയത്. മിഡിലിൽ കാണുന്ന എക്ടോസിസ്റ്റ് എന്ന് വേണേൽ പറയാം. അതാണ് എസെല്ലുലാർ ലാമിനേറ്റഡ് ഹൈലൈൻ ലെയർ ആണ്. ഇന്നർ എൻഡോസിസ്റ്റ് ആണ് ജെർമിനൽ ലെയർ എന്ന് പറയുന്നത്. പ്രോട്ടോസ്കോളിസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെയർ ആണ്. Coming to hydathic sand, the fluid containing the free hooklets and protoscolices. ഹൈഡാറ്റിക് സിസ്റ്റിന്റെ ല്യൂമനിലെ ക്ലിയർ ഫ്ലൂയിഡ് ഉണ്ട്. ആ പറയുന്ന പേരാണ് ഹൈഡാറ്റിക് ഫ്ലൂയിഡ് എന്ന്. സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കുറവാണ്, പക്ഷെ ഭയങ്കര അലർജിക്, ഹൈലി അലർജിക് ആണ്. അതുപോലെ ഡിഫറെന്റ് സോഡിയം സോൾട്ട് ഉണ്ട്. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, സോഡിയം, അങ്ങനെ ഒരുപാട് സോഡിയം സോൾട്ടുകൾ അടങ്ങിയതാണ് ഈ ഹൈഡാറ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്താണ്? ഈ ഹൈഡാറ്റിക് സിസ്റ്റ് റപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അനാഫൈലാക്സിസ് സംഭവിക്കാം, അലർജിക് റിയാക്ഷൻസ്, സിവിയർ അലർജിക് റിയാക്ഷൻ. കാരണം ഹൈ അലർജൻസ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ സെക്കൻഡറി എക്കൈനോകോസിസ് ഫോം ചെയ്യാം, ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷൻ വന്ന് ആപ്സസ് ഫോം ചെയ്യാം. പിന്നെ കംപ്രഷൻ എഫക്റ്റ്, കാരണം വലിയ ഒരു സിസ്റ്റാണ്. അപ്പോൾ സൈഡിലുള്ള ഇതിനെ സ്ട്രക്ചേഴ്സിനെയൊക്കെ, പ്രത്യേകിച്ച് ലിവറിലാണെങ്കിൽ ഇത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആയിട്ട് ഫോം ചെയ്യാം. ഇനിയിപ്പോൾ ലങ്സിലാണെങ്കിൽ ലങ്സിനെ കംപ്രസ് ചെയ്ത് എയർവേക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരാം. Coming to diagnosis, serology and microscopy. ELISA യൂസ് ചെയ്യാം. അതുപോലെ ഇൻഡയറക്റ്റ് ഹീമഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ഡിറ്റക്ട് ആന്റിബോഡീസ്, ക്രോസ് റിയാക്ടിവിറ്റി പോസിബിൾ ആണ്. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ PCR, ഹൈഡാറ്റിക് സാൻഡ്, മൈക്രോസ്കോപ്പി വഴിയാണ്. നിങ്ങൾ ഇത്രയെങ്കിലും മിനിമം എഴുതണം. കുറച്ചും കൂടി എഴുതാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ എഴുതുക. ഹൈഡാറ്റിക് ഫ്ലൂയിഡ് മൈക്രോസ്കോപ്പി വഴി നമുക്ക് ബ്രൂഡ് ക്യാപ്സ്യൂൾസിനെയും പ്രോട്ടോസ്കോളിയോസിനെയും കാണാൻ പറ്റും. പിന്നെ ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷൻ, നമ്മുടെ ജീൻസാ സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് 3 ലെയറും കാണാൻ പറ്റും നമ്മുടെ ഹൈഡാറ്റിക് സിസ്റ്റിന്റെ. ഏതൊക്കെ? നമ്മുടെ ഔട്ടർ പെരിസിസ്റ്റ്, മിഡിൽ എക്ടോസിസ്റ്റ്, ഇന്നർ എൻഡോസിസ്റ്റ്, ആ 3 ലെയറും കാണാനായിട്ട് സാധിക്കും. പിന്നെ കമ്മിങ് ടു ദി ആന്റിബോഡി ഡിറ്റക്ഷൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻഡയറക്റ്റ് ഹീമഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, ELISA യൂസ് ചെയ്യാം, ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് യൂസ് ചെയ്യാം. അതുപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ആൻഡ് ഇലക്ട്രോ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വെസ്റ്റേൺ ബ്ലോട്ട്, പിന്നെ ആന്റിജൻ ഡിഫ്യൂഷൻ, നമ്മുടെ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ELISA, ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ഒക്കെ വഴിയായിട്ട്. പിന്നെ PCR വഴി മൈറ്റോകോൺട്രിയൽ DNA കണ്ടുപിടിക്കാം. ഇമേജിംഗ് നമുക്ക് യൂസ് ചെയ്യാം. സ്കിൻ ടെസ്റ്റ്, അത് ഇമ്പോർട്ടൻറ്റ്. കെസോണി ടെസ്റ്റ് എന്നാണ് പേര്. ഇതാണ് കെസോണി ടെസ്റ്റ്. ഇതൊരു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ഇതിനോട് ആക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഹൈഡാറ്റിക് ഫ്ലൂയിഡ് ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആൽബൻഡസോൾ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. കമ്മിങ് ടു ട്രീറ്റ്മെന്റ്, സർജറി ആണ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് വൺ. ടോട്ടൽ പെരിസിസ്റ്റെക്ടമി, ഒന്നുകിൽ ആ പെരിസിനെ മൊത്തത്തിൽ നമുക്ക് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് സിസ്റ്റെക്ടമി ചെയ്യാം. പിന്നെ പെയർ ടെക്നിക്ക്. പെയർ എന്ന് പറഞ്ഞാൽ പങ്ക്ചർ, ആസ്പിരേഷൻ, ഇഞ്ചക്ഷൻ, റീആസ്പിരേഷൻ. ഇതിനെ വേറെ രീതിയും കൂടെ പറയാൻ പറ്റും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പെർക്യൂട്ടേനിയസ് ആസ്പിരേഷൻ, ഇഞ്ചക്ഷൻ ഓഫ് സ്കോളിസൈഡൽ ഏജന്റ്, റീആസ്പിരേഷൻ നമ്മൾ പറയാറില്ല പെയർ ടെക്നിക്കിന്. ആൽബൻഡസോൾ 400 mg BD, that means twice daily for 4 weeks. Adjunct therapy to kill protoscolices. പേര് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻ, നമ്മൾ സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ആണ്. നിയർ വൈറ്റൽ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ, വൈറ്റൽ സ്ട്രക്ചേഴ്സ് ഏതെങ്കിലും അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി ലോക്കുലാർ ആണ് സിസ്റ്റെങ്കിൽ,
പിന്നെ റപ്ചർ ചെയ്യാൻ ഭയങ്കര സാധ്യത ഉണ്ടെങ്കിലും നമുക്ക് പെയട്രിക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ട്, ഇതാണ് സർജറി. പിന്നെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഡോഗ്സിന് നമുക്ക് ഡീവേമിങ് ചെയ്യാം, ഈ പ്രാസിക്വാൻഡിൽ എന്ന് പറയുന്ന ടാബ്ലറ്റ് യൂസ് ചെയ്ത്. പിന്നെ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് എന്ന റോ മീറ്റ്, നമുക്ക് വേവിക്കാത്ത മീറ്റ് കഴിക്കുന്ന അവോയ്ഡ് ചെയ്യാം. പിന്നെ ഡോഗിന്റെ ഹൈജീൻ പ്രോപ്പർ ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഡിഫിക്കൽട്ടാണ് ശരിക്കും പാരസൈറ്റോളജി ഓർത്തിരിക്കാനും ലൈഫ് സൈക്കിളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.